നമസ്കാരം. നിങ്ങളുടെ പേരിലുള്ളൊരു വസ്തു മറ്റൊരാൾക്ക് കൈമാറാൻ തീരുമാനിക്കുമ്പോൾ എന്തൊക്കെ നിയമവശങ്ങൾ ശ്രദ്ധിക്കണം എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് വെറുമൊരു ഒപ്പിട്ടാൽ തീരുന്ന ഇടപാടാണോ? അല്ല. വസ്തു കൈമാറ്റത്തെക്കുറിച്ചുള്ള നിയമങ്ങൾ നമുക്ക് വളരെ ലളിതമായി ഒന്ന് മനസ്സിലാക്കാം. അപ്പോ ഒരു വസ്തു കൈമാറ്റം എപ്പോഴാണ് നിയമപരമായിട്ട് സാധുവാകുന്നത്? ഞാൻ പറഞ്ഞതുപോലെ അത് വെറുമൊരു ഒപ്പിലൊതുങ്ങുന്ന ഒരു കാര്യമല്ല, അതിനു പിന്നിൽ വളരെ കൃത്യമായ ചില നിയമങ്ങളുണ്ട്. എന്തൊക്കെയാണ് അത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഏതൊരു പ്രോപ്പർട്ടി ഇടപാടെടുത്താലും അതിൽ പ്രധാനമായും രണ്ടു പേരുണ്ടാവും, അല്ലേ? ഒന്ന് വസ്തു കൊടുക്കുന്നയാള്, പിന്നെ അത് സ്വീകരിക്കുന്നയാള്. അപ്പോൾ ഈ ഇടപാടിന്റെ രണ്ട് ഭാഗത്തുമുന്നവർക്ക് എന്തൊക്കെയാണ് നിയമം പറയുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാം. ശരി, നമുക്കാദ്യം വസ്തു കൊടുക്കുന്ന ആളുടെ കാര്യത്തിൽ നിന്ന് തുടങ്ങാം. എന്തൊക്കെ യോഗ്യതകളാണ് ഒരാൾക്ക് വേണ്ടത്? നിയമം ഇവിടെ കുറച്ച് കർശനമായ നിബന്ധനകൾ വെക്കുന്നുണ്ട്. വസ്തു കൊടുക്കുന്ന ആൾക്ക് പ്രധാനമായും രണ്ട് യോഗ്യതകളാണ് വേണ്ടത്. ഒന്ന്, അയാൾക്ക് ഒരു കരാറിൽ ഏർപ്പെടാനുള്ള കഴിവുണ്ടായിരിക്കണം. രണ്ട്, കൈമാറാൻ പോകുന്ന ആ വസ്തുവിൽ അയാൾക്ക് നിയമപരമായ ഉടമസ്ഥാവകാശം വേണം. ഈ രണ്ടെണ്ണവും നിർബന്ധമാണ്. ഈ കരാറിൽ ഏർപ്പെടാനുള്ള കഴിവിന് നിയമത്തിലൊരു പ്രത്യേക വാക്ക് തന്നെയുണ്ട്, സുയി ജൂറിസ്. ഇതൊരു ലാറ്റിൻ വാക്കാണ്. സ്വന്തം അവകാശത്തിൽ എന്നാണ് ഇതിന്റെ അർത്ഥം. അതായത് സ്വന്തം കാര്യങ്ങൾ നോക്കാനും കരാറുകളിൽ ഒപ്പുവയ്ക്കാനുമൊക്കെ നിയമപരമായി കഴിവുള്ളൊരാൾ, അതാണ് സുയി ജൂറിസ്. അപ്പോ എങ്ങനെയാണ് ഒരാൾ ഈ സുയി ജുറിസ് അഥവാ നിയമപരമായി കാര്യപ്രാപ്തിയുള്ള ആളാവുന്നത്? ഇതിന് രണ്ട് സിമ്പിൾ കണ്ടീഷൻസ് ആണുള്ളത്. ഒന്ന്, പ്രായപൂർത്തിയായിരിക്കണം, അതായത് 18 or 21 വയസ്സ് കഴിഞ്ഞിരിക്കണം. രണ്ട്, നല്ല സുബോധമുള്ള ആളായിരിക്കണം. എന്നുവെച്ചാൽ താൻ ചെയ്യുന്ന ഈ കൈമാറ്റത്തിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു മാനസിക ശേഷി വേണം. ഇനി നമുക്ക് ഉടമസ്ഥാവകാശത്തിന്റെ കാര്യത്തിലേക്ക് വരാം. ഇവിടെ ഒരു സുവർണ നിയമമുണ്ട്. പ്രോപ്പർട്ടി നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തത്വമാണിത്. ആ നിയമം ഇതാണ്: നെമോ ദാറ്റ് കോഡ് നോൺ ഹാബിറ്റ്. ഇതിന്റെ അർത്ഥം വളരെ ലളിതമാണ്. കയ്യിലില്ലാത്തത് കൊടുക്കാൻ ആർക്കും പറ്റില്ല. വേറൊരു രീതിയിൽ പറഞ്ഞാൽ, നിങ്ങളുടെ സ്വന്തമല്ലാത്ത ഒരു വസ്തു നിങ്ങൾക്ക് വിൽക്കാനോ മറ്റാർക്കെങ്കിലും കൈമാറാനോ നിയമപരമായി സാധിക്കില്ല. അപ്പോ എന്തിനാണ് ഇങ്ങനൊരു നിയമം? ഇത് യഥാർത്ഥ ഉടമയെ സംരക്ഷിക്കാനാണ്. ഒരു ഉദാഹരണം പറയാം. ഒരാളൊരു സാധനം മോഷ്ടിച്ചിട്ട് അത് വേറൊരാൾക്ക് വിൽക്കുന്നു എന്ന് വയ്ക്കുക. ആ വാങ്ങുന്ന ആൾക്ക് അതിന്റെ ശരിക്കുള്ള ഉടമസ്ഥാവകാശം കിട്ടുമോ? ഇല്ല, കിട്ടില്ല. കാരണം വിറ്റ ആൾക്ക് അതിലൊരു അവകാശവും ഇല്ലായിരുന്നു. അത്രയുള്ളൂ. ശരി, അപ്പൊ കൊടുക്കുന്ന ആളുടെ കാര്യം നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഇടപാടിന്റെ മറ്റേ സൈഡിലേക്ക് പോകാം. അതായത് ആർക്കൊക്കെ ഒരു വസ്തു സ്വീകരിക്കാം? ഇതിന്റെ ഉത്തരം കേട്ടാൽ ഒരു പക്ഷേ നിങ്ങൾ അതിശയിച്ചു പോവും. കാരണം അത് അത്രയ്ക്ക് സിമ്പിളാണ്. ഇവിടെയാണ് ആ വലിയ വ്യത്യാസം വരുന്നത്. നോക്കൂ, കൊടുക്കുന്നയാൾ സിയു ജൂറിസ് ആയിരിക്കണം. പ്രോപ്പർട്ടിയിൽ അവകാശം വേണം. അങ്ങനെ കുറേ കണ്ടീഷൻസ് ഉണ്ട്. എന്നാൽ വാങ്ങുന്നയാൾക്കോ? നിയമം പറയുന്നത് ഏതാണ്ട് ആൾക്ക് വേണമെങ്കിലും ഒരു വസ്തു സ്വീകരിക്കാമെന്നാണ്. അതാണ് രസം. ആർക്കൊക്കെ വസ്തു സ്വീകരിക്കാം എന്നതിന്റെ ചില ഉദാഹരണങ്ങൾ കേട്ടോളൂ. ശരിക്കും അത്ഭുതം തോന്നും. പ്രായപൂർത്തിയാവാത്ത ഒരു കുട്ടിക്ക് പ്രോപ്പർട്ടി വാങ്ങാം. മാനസികമായി അത്ര സുഖമില്ലാത്തൊരാൾക്ക് വാങ്ങാം. എന്തിനധികം പറയുന്നു, ജനിച്ചിട്ടില്ലാത്തൊരു കുഞ്ഞിന്റെ പേരിൽ പോലും വസ്തു വാങ്ങാം. പക്ഷേ ഇവിടെ ഒരു പ്രധാന കണ്ടീഷനുണ്ട്. ഇവർക്കു വേണ്ടി യോഗ്യതയുള്ള മറ്റൊരാൾ ആ കൈമാറ്റം അംഗീകരിക്കണം. അപ്പോ ആർക്കു വേണമെങ്കിലും പ്രോപ്പർട്ടി സ്വീകരിക്കാമെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ നിയമം ഇത് പറ്റില്ല എന്ന് പറയുന്ന ചില അപൂർവം സാഹചര്യങ്ങളുമുണ്ട്. ചില ആളുകളെ ചില ഇടപാടുകളിൽ നിന്ന് മാറ്റി നിർത്തും. എന്തിനാണെന്നോ? ദുരുപയോഗം തടയാൻ വേണ്ടി മാത്രം. അപ്പോൾ ആർക്കൊക്കെയാണ് ഈ വിലക്കുള്ളത് നമുക്ക് നോക്കാം. ഉദാഹരണത്തിന് ജഡ്ജിമാർ, വക്കീലന്മാർ, ഇവർക്കൊന്നും ഒരു ആക്ഷനബിൾ ക്ലെയിം വാങ്ങാൻ അനുവാദമില്ല. ഇത് പ്രധാനമായും താൽപ്പര്യ വൈരുദ്ധ്യങ്ങൾ ഒഴിവാക്കാനാണ്. അതുപോലെ തന്നെ ഒരു കോടതി ലേലം നടക്കുമ്പോൾ അതിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്ക് ആ ലേലത്തിൽ നിന്ന് വസ്തുക്കൾ വാങ്ങാൻ പറ്റില്ല. അപ്പോൾ എന്താണ് ഈ ആക്ഷനബിൾ ക്ലെയിം? ലളിതമായിട്ട് പറഞ്ഞാൽ, ഈടില്ലാത്ത ഒരു കടം തിരികെ കിട്ടാനുള്ള അവകാശം, അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് പോളിസിയിൽ നിന്ന് കിട്ടാനുള്ള പണം, കിട്ടാനുള്ള വാടക കുടിശ്ശിക, ഇങ്ങനെയുള്ള അവകാശങ്ങളെയാണ് നമ്മൾ ആക്ഷനബിൾ ക്ലെയിം എന്ന് പറയുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ വരുന്നത്. സമൂഹത്തിലെ ദുർബലരായവരെ സംരക്ഷിക്കാൻ നിയമത്തിന് എപ്പോഴും ഒരു പ്രത്യേക ശ്രദ്ധയുണ്ടാവും. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ സ്വത്തിന്റെ കാര്യം. ഇവിടെ നിയമം കുറച്ചുകൂടി കെയർഫുള്ളാണ്. ഒരു ചോദ്യം വരാം: പ്രായപൂർത്തിയാകാത്ത ഒരാളുടെ സ്വത്ത് വിൽക്കാൻ പറ്റുമോ? പൊതുവായ നിയമം പറയുന്നത് ഇല്ല എന്നാണ്. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇതിന് ഒഴിവാക്കലുകളുണ്ട്. ഒരു മൈനറുടെ സ്വത്ത് വിൽക്കണമെങ്കിൽ രണ്ട് വലിയ കടമ്പകൾ കടക്കണം. ഒന്നാമത്തെ കാര്യം, ആ വിൽപ്പന ആ കുട്ടിയുടെ നല്ലതിന് തികച്ചും അത്യാവശ്യമാണ് എന്ന് തെളിയിക്കണം. രണ്ടാമത്തേത്, അതിനെ കോടതിയുടെ മുൻകൂർ അനുമതി വാങ്ങിയിരിക്കണം. നിയമം അത്രയ്ക്ക് സ്ട്രിക്റ്റാണ് ഇക്കാര്യത്തിൽ. ഇനി ഇതിലെ ഏറ്റവും നിർണായകമായ പോയിന്റ് കേട്ടോളൂ. അഥവാ
ഒരു കുട്ടിയുടെ സ്വത്ത് നിയമവിരുദ്ധമായി ആരെങ്കിലും വിറ്റുപോയാൽ ആ കുട്ടിക്ക് പ്രായപൂർത്തിയായി കഴിഞ്ഞ് 3 വർഷത്തിനുള്ളിൽ ആ വിൽപ്പനയെ കോടതിയിൽ ചോദ്യം ചെയ്യാം. ഇത് അവർക്ക് നീതി തേടാനുള്ള ഒരു വലിയ അവസരമാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? വളരെ സിമ്പിളാണ്. വസ്തു കൊടുക്കുന്നയാളുടെ കാര്യത്തിൽ നിയമം വളരെ കർശനമാണ്. എന്നാൽ വസ്തു സ്വീകരിക്കുന്നയാളുടെ കാര്യത്തിലോ നിയമത്തിന് നല്ല അയവുണ്ട്. അപ്പം നിയമം ഒരേ സമയം നിലവിലുള്ള ഉടമയെ സംരക്ഷിക്കുകയും ചെയ്യുന്നു, അതേസമയം സ്വത്ത് കൈമാറ്റങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഒരു ബാലൻസിംഗ് ആക്ടാണത്. ഈ ഒരു ബാലൻസിംഗ്, അതായത് ഉടമസ്ഥാവകാശത്തെ സംരക്ഷിക്കുന്നതും അതേസമയം ഇടപാടുകൾ എളുപ്പമാക്കുന്നതും, ഇത് നിയമത്തിന്റെ മാത്രം കാര്യമല്ല. നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ ഇതുപോലുള്ളൊരു ബാലൻസിംഗ് വേറെ എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്? ഒന്ന് ചുമ്മാ ആലോചിച്ച് നോക്കൂ.